ജിത്തു ജോസഫ് മൂവി എന്നും പറഞ്ഞ് ചാടി വീണ് സിനിമയ്ക്ക് പോകുന്ന നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൃശ്യവും മെമ്മറീസുമാണ്. ഇതിനിടയ്ക്കും കഴിഞ്ഞും വിവിധ ഭാഷകളിൽ അങ്ങേര് കൈവച്ച പടങ്ങളും കോപ്പിയടികളും കൂടി ചിന്തിക്കണമായിരുന്നു എന്ന് തോന്നി മിറാഷ് കണ്ടപ്പോൾ. വശം ഭയങ്കര മോശം. ഒരു കമ്പനി ബേസ് ചെയ്ത് വരുന്ന ഒരു സ്കാം, ഒരാളുടെ തിരോധാനം എന്ന് തുടങ്ങുന്ന സിനിമ ട്വിസ്റ്റുകൾ കൊണ്ട് നിറച്ചേ പറ്റൂ എന്ന വാശിയോടെ അങ്ങ് പോവുകയാണ്. എന്താണ് ട്വിസ്റ്റ്? നമ്മളൊരു ചായ കുടിക്കുന്നു, അടുത്ത സിപ്പ് എടുക്കുന്നതിന് മുന്നേ പറയുന്നു ഇത് കാപ്പിയാണ്, അല്ല ഇത് ചായ പോലെ ഇരുന്നല്ലോ. അതിനിവിടെ പ്രസക്തിയില്ല. ഡയറക്ടർ പകലെന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിലും വിശ്വസിച്ചോളുക. ലോജിക് എന്ന് പറയുന്ന സാധനം ലെവലേശമില്ല. സ്ക്രീനിൽ വരുന്ന ഒട്ടുമിക്ക മെയിൻ താരങ്ങളും ഫേക്ക് ഐഡൻറ്റിറ്റിയാണ് വർഷങ്ങളായിട്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കും. അവരുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകളും കാണുന്ന നമ്മളും പൊട്ടന്മാർ. എന്തുകൊണ്ട് ഈ സ്റ്റോറി തമിഴ്നാട് ബേസ് പിടിച്ചു അറിയില്ല. ആസിഫ് അലിയുടെ പൊട്ടത്തമിഴ്. മലയാളികൾ തമ്മിൽ പോലും സംസാരിക്കുന്നത് തമിഴിൽ. നമുക്ക് തമിഴ് പ്രശ്നമല്ലെങ്കിൽ പോലും പ്രശ്നമുള്ളവർ ഉണ്ടാവാം. 40% തമിഴ് വരുമ്പോൾ. പിന്നെ വളരെ വീക്കായ പെർഫോമൻസാണ് അപർണ. കാപ്പയിൽ നീ തിരുവനന്തപുരത്തോട്ട് വാ എന്നൊരു രീതിയാണ്. അന്ന റജി കോശി ഇവരുടെ ക്യാരക്ടറിനെ സ്ക്രീനിൽ കയറി ഒരു തേമ്പ് കൊടുക്കാൻ തോന്നും. ബോൾഡ് ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ബോൾട്ട് പോയ പോലെ എതിരെ നിൽക്കുന്നവരെ കൊണ്ട് ഒരു ഡയലോഗ് പറയാൻ പോലും സമ്മതിക്കാതെ വെറുപ്പിക്കുന്ന ഒരു തരം പെർഫോമൻസ്. ആസിഫ് അലിയുടെ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ കുറേ നടുക്കം, ലേസി ആയിട്ടുള്ള പരിപാടികൾ, ഫൈറ്റ് സീൻസൊക്കെ ശരാശരി പോലും നിലവാരമില്ലാത്തതാണ്. ഹക്കീം ഷാജഹാനൊക്കെ കൊടൂര വില്ലൻ കാറ്റഗറിയാണ്. യാതൊന്നും ഇല്ലാത്ത സ്ക്രിപ്റ്റ്. പ്രശ്നം എന്താണെന്ന് ആദ്യമേ കാണിക്കുന്നു. ഇതിൽ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നറിയാൻ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാത്ത പ്രേക്ഷകരോടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചക്ക വീണ് തുരുതുരാ മുയലി ചാവുന്ന ടിസ്റ്റുകൾ അങ്ങോട്ട് ഇട്ട് തരാമെന്ന് പറയുന്നു ജിത്തു ജോസഫ്. ഇവൻ അവനായിരുന്നു, അവൻ ഇവനായിരുന്നു. ആരെങ്കിലും ആവട്ടെ, ടിസ്റ്റ് വിട്ട് കഥ പറയാൻ നമ്മൾ. പറയാൻ എന്തെങ്കിലും വേണ്ടേ? അവസാനം ഒരു സ്ത്രീപക്ഷ സിനിമയാക്കാൻ കൊടൂര ട്വിസ്റ്റ്. മെഡിക്കൽ ഫീൽഡ് വിട്ട് തൻ്റെ ഇരയ്ക്ക് വേണ്ടി ബാങ്ക് ജീവനക്കാരിയായ നായിക, ഇരയ്ക്ക് പോലും അറിയാത്ത വേട്ടക്കാരൻ, വേട്ടക്കാരൻ അറിയാത്ത ഇര. നിങ്ങൾ ട്വിസ്റ്റുകൾ കൊണ്ട് അമ്മാനം അടിക്കോ, പക്ഷേ അതിൽ ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം സ്വല്പമെങ്കിലും വേണ്ടേ? പിന്നെ വീക്ക് പെർഫോമൻസും കട്ടലാകുള്ള സിനിമ ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് ഇട്ട് പുഴുങ്ങിയാൽ എൻഗേജിങ് ആവുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ തെളിയിക്കട്ടെ. വെറും OTT തട്ടിക്കൂട്ട് പടം മിറാഷ്.